അഭിജിത്തിന്റെ അതിക്രമങ്ങൾ. നിയമപ്രകാരം നാട് കടത്തിയിട്ടും തിരികെ എത്തി കൊടും ക്രൂരത ചെയ്ത പ്രതി പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. തിരുവനന്തപുരം കല്ലമ്പലത്ത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായ വ്യക്തിയെ ബിയർ കുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതി ഇപ്പോൾ കല്ലമ്പലം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. തിരുവനന്തപുരം വർക്കല ഒറ്റൂർ സ്വദേശിയായ അഭികണ്ണൻ എന്നു പേരുള്ള 27 വയസ്സുകാരനായ അഭിജിത്തിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. വർക്കല, കല്ലമ്പലം, കടക്കാവൂർ എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അഭിജിത്തിനെ തിരുവനന്തപുരം റേഞ്ച് DIGയുടെ നിർദ്ദേശപ്രകാരമാണ് കാപ്പ ചുമത്തി നാട് കടത്തിയത്. 2025 ജൂലൈ 16 മുതൽ 8 മാസത്തേക്കാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പോയി കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്ന പ്രദേശത്ത് താമസിച്ചു വരികയായിരുന്നു അഭിജിത്ത്. അതിനിടെയാണ് കണ്ണൂരിൽ നിന്നും ഇയാൾ വീണ്ടും തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭ്യമായത്. ഇയാൾ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം പറഞ്ഞ പോലീസ് ഇയാൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതിനിടെയാണ് ഇയാൾ വീണ്ടും ഒരു ആക്രമണം കൂടി നടത്തിയത്. കല്ലമ്പലത്തെ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനായ വ്യക്തിയുടെ തലയ്ക്ക് ബിയർ കുപ്പി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇയാൾ നടത്തിയത്. വിവിധ സ്റ്റേഷനുകളിലായി കൊലപാതക ശ്രമം ഉൾപ്പെടെ 8ഓളം കേസുകൾ ഉണ്ടായിരുന്നതിന് പിന്നാലെയാണ് ഇയാൾക്കെതിരെ കാപ്പ നിയമം ചുമത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു ആക്രമണം ജില്ലയിൽ പ്രവേശിച്ചുകൊണ്ട് ഇയാൾ നടത്തിയിരിക്കുന്നത്. ഇതോടെ കാപ്പ നിയമം ലംഘിച്ചതിനും കൊലപാതക ശ്രമത്തിനുമടക്കം വീണ്ടും വകുപ്പുകൾ ചുമത്തി ഇയാളെ വീണ്ടും ജയിലിലടയ്ക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾക്കെതിരെ വീണ്ടും കാപ്പ നിയമപ്രകാരമുള്ള നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.